ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാത സമയം പാസ്റ്റർ ലെനീഷ് രാജനോടൊപ്പം എല്ലാവർക്കും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 75-ാമത്തെ വാക്യം. അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, എന്നാറേ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രിയ ദൈവമക്കളെ, പത്രോസ് യേശുവിനെ സ്നേഹിച്ചില്ലായിരുന്നോ? തീർച്ചയായിട്ടും സ്നേഹിച്ചിരുന്നു. യേശുവിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞവനാണ് പത്രോസ്. എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞവൻ. പക്ഷേ പരീക്ഷയുടെ സമയം വന്നപ്പോൾ പത്രോസ് വീണുപോയി. പത്രോസ് ഭയന്നു, പത്രോസ് തളർന്നു. പത്രോസ് ഒടുവിൽ യേശുവിനെ തള്ളിപ്പറയുവാനുള്ള സാഹചര്യമുണ്ടായി. ഇന്നീ പ്രഭാതം ദൈവജനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ, ചില സമയങ്ങളൊക്കെ നമുക്കിതുപോലെ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോകും. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. ചിലർ ഭയത്തിലേക്ക് ചെന്ന് വീഴുവാൻ സാധ്യതയുണ്ട്. ചിലർ നിരാശയിൽ വീഴും. ചിലർ പ്രലോഭനങ്ങളിൽ വീഴും. ചിലർ തെറ്റായ തീരുമാനങ്ങളിൽ വീഴും. പിന്നീട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ദൈവമേ ഞാൻ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ തകർന്ന് കരയുവാൻ സാധ്യതകളുണ്ട്. ഇവിടെ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു പത്രോസിന്റെ വീഴ്ച കണ്ടു, പക്ഷെ പത്രോസിനെ ഉപേക്ഷിച്ചില്ല. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, പക്ഷെ യേശു പത്രോസിനെ തള്ളി പറഞ്ഞില്ല. ഇതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ശത്രു നമ്മുടെ വീഴ്ചയെ അവസാനമാക്കാൻ നോക്കും, പക്ഷെ ദൈവം അതിനെ പുതിയ ആരംഭമാക്കി തീർക്കും. പത്രോസ് പുറത്തുപോയി ഏറ്റവും ദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കണ്ണുനീർ വെറുതെ ആയില്ല. ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് തന്നെയാണ് പിന്നീട് ആയിരങ്ങൾക്ക് മുമ്പിൽ നിന്ന് യേശുവിനെ പ്രസംഗിച്ചത്. ഒരിക്കൽ ഭയന്ന് മറഞ്ഞു നിന്നവൻ പിന്നീട് അധികാരികളുടെ മുന്നിൽ പോലും ധൈര്യത്തോടെ നിൽക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമേതിലെ, ഇപ്പോൾ നിങ്ങൾ കുറ്റബോധത്തിൽ കഴിയുന്നുണ്ടോ? ഒരു തെറ്റ് നിങ്ങളെ ഉള്ളിൽ തകർത്തിട്ടുണ്ടോ? പ്രാർത്ഥിക്കുവാൻ പോലും യോഗ്യതയില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത്, നിന്റെ വീഴ്ച നിന്റെ അവസാനമല്ല. വീണ്ടും ഞാൻ പറയുന്നു, നിന്റെ വീഴ്ച നിന്റെ അവസാനമല്ല. മനുഷ്യർ ഒരുപക്ഷെ നിന്നെ വിധിച്ചേക്കാം, ചിലർ നിന്നെ വിട്ടുപോയേക്കാം, പക്ഷെ യേശു നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യൂദാസ് കുറ്റബോധമുണ്ടായി കുറ്റബോധത്തിൽ നിന്ന് ഓടി പോയി ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ പത്രോസ് കുറ്റബോധമുണ്ടായി യേശുവിലേക്ക് തിരികെ വന്നു, യേശുവിലേക്ക് തിരിച്ചു വന്നു, യേശുവിന് വേണ്ടി നിലനിന്നു. അതുകൊണ്ടാണ് പത്രോസ് റെസ്റ്റോർഡ് ആയത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എത്ര ദൂരെ ഓടിപ്പോയാൽ ഇന്ന് ഒരു സാഹചര്യം ദൈവം ഒരുക്കിയാണ്. യേശുവിലേക്ക് മടങ്ങി വരൂ. കാരണം യേശു ഇന്നും തകർന്ന ഹൃദയങ്ങളെ ഉയർത്തുന്ന കർത്താവാണ്. നിങ്ങൾ കരഞ്ഞ രാത്രികളെ ദൈവം സാക്ഷ്യങ്ങളാക്കും. നിങ്ങൾ വീണുപോയ സ്ഥലത്ത് തന്നെ ദൈവം നിങ്ങളെ വീണ്ടും ഉയർത്തും. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രഭാത സമയം ചിലരോട് പറയുന്നത്, നീ അവസാനിച്ചു എന്ന് കരുതേണ്ട പല കാര്യങ്ങളും അവസാനിച്ചിട്ടില്ല. ഞാൻ ഇനിയും നിന്നെ കൈവിട്ടിട്ടില്ല. നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ വീണ്ടും ഉയർത്താൻ ഞാൻ പോകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വീഴ്ചകളിൽ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. തെറ്റുകളിൽ നിന്ന് തിരിഞ്ഞു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകരണം. തകർന്ന ഹൃദയങ്ങളെ വീണ്ടും ഉയർത്തണം. നിന്റെ സ്നേഹം വീണ്ടും ഒന്ന് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ആൻഡ് വിക്ടോറിയസ് ഡേ ഇൻ ക്രൈസ്റ്റ്.